അച്ഛൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് പൂർണ്ണ മനസ്സോടെ അല്ലാന്ന് എനിക്കറിയാം. അച്ഛൻ അച്ഛൻ്റെ മോളെ വിശ്വസിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയാ പിന്നെ മൈഥിലി ഇല്ല. ഹോസ്പിറ്റലിൽ നിന്നാ, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. ഹലോ, എന്തു പറ്റി? ആ, വിത്തിൻ 10 minutes I'll be there. വേണ്ട വേണ്ട, വണ്ടി അയക്കണ്ട. ഞാൻ ഡോക്ടർ അരുണിനോട് പിക്ക് ചെയ്യാൻ പറയാം. ഓക്കെ, നിങ്ങൾ പേഷ്യൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ICUവിൽ ഒരു പേഷ്യൻ്റ് സീരിയസാ. എനിക്ക് അത്യാവശ്യമായിട്ട് അവിടം വരെ പോകണം. അല്ലെങ്കിലും നമ്മുടെ ചർച്ച അവസാനിച്ചല്ലോ. ഇങ്ങനെ ഒരു കോൾ ഇപ്പം വന്നത് നന്നായി. ചില കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഹലോ മാം. ആ അരുൺ, ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ട്. ഞാൻ പോണോ? ഞാൻ കൂടെ വരേണ്ട കാര്യമുണ്ട്. അരുണിന് എന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യാലോ അല്ലേ? വരാം മാഡം. എനിക്കൊന്ന് റെഡി ആവേണ്ട സമയമുള്ളൂ. പറ്റുമെങ്കിൽ അരുൺ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോ. ദേവ്, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം മാഡം. ശരി മാഡം. ഫാദർ, ഫാദർ. എന്താടാ? എന്നെ ഇപ്പം മൈഥിലി മാം വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ എന്തൊരു എമർജൻസി ഉണ്ടെന്ന്. നിന്റെ വിളി കേട്ടപ്പോ ഞാൻ കരുതി എന്തോ സന്തോഷമുള്ള കാര്യമാണ്. ആശുപത്രി ഒരു എമർജൻസി വന്നതിന് നീ എന്തിനാടാ സന്തോഷിക്കുന്നത്? പെട്ടെന്ന് ചെല്ലാൻ നോക്കടാ. ഫാദർ, ഞാൻ തനിച്ചല്ല പോകുന്നത്. മൈഥിലി മാമ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഓ, ഫാദറിന് വിശ്വാസമായില്ല അല്ലേ? എന്നോട് കാറുമായിട്ട് വീട്ടിലേക്ക് എല്ലാം പറഞ്ഞിരിക്കുക. അതിനർത്ഥം പ്രശ്നങ്ങൾ സോൾവ് ആയിന്നല്ലേ? അങ്ങനെ ആകാം, ആകാതെ ഇരിക്കാം. എന്തായാലും നീ കൂടുതൽ ആവേശമൊന്നും കാണിക്കില്ല. ഇപ്പൊ തൽക്കാലം നീ മൈഥിലി പറഞ്ഞ അനുസരിക്കും. പിന്നെ മൈഥിലിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കുട്ടികളുടെ ഭാഗത്തുനിന്നോ സാരംഗിന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും മുഷിച്ചിലുണ്ടായാൽ ഇപ്പൊ ഈ കാണിക്കുന്ന ധൈര്യം അതേപടി ചോർന്നു പോകരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി ഫാദർ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മൈഥിലി മാമിൻ്റെ ഒരു വിളി, കൂടെ പോകാനുള്ള തീരുമാനം, ഞാൻ ഓക്കെയാണ് ഫാദർ. ഈ കൊടുങ്കാറ്റടിക്കുന്നതിന് മുമ്പ് വലിയൊരു നിശബ്ദത ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മനുഷ്യനെ പേടിപ്പിക്കലാണല്ലോ പണി. എന്റെ കുഞ്ഞ് പേടിക്കൊന്നും വേണ്ട. നീ റെഡിയായി പോകാൻ നോക്ക്. ചെല്ലടാ. എല്ലാവർക്കും എന്നോട് ദേഷ്യമായല്ലേ? അരുണിനോട് സാരംഗിന് എന്താ ഇത്ര ദേഷ്യമൊന്നും എനിക്കറിയില്ല. എന്റെ പേരിലുള്ള ദേഷ്യമാണെന്നൊക്കെ സാരംഗ് വെറുതെ പറയുന്നതാ. സത്യത്തിൽ ഇവിടെ നടന്നത് എന്താ? നിങ്ങൾ 3 പേരും പറഞ്ഞ എന്റെ ചോട് പിടിച്ച് സാരംഗിന് അരുണിനെ നാട് കടത്തണം. അരുണിനോട് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? എനിക്ക് പറ്റുമോ? പ്രതീക്ഷ ഉണ്ടായിട്ടല്ല, എന്നാലും ഒന്ന് ക്ഷമിച്ചു എന്നുള്ളൂ മോളെ. കുഞ്ഞുനാളിൽ എടുത്ത് കളിപ്പിക്കുമ്പോ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ചവിട്ടുന്നത് അച്ഛനമ്മമാരുടെ മുഖത്താ. ഒരച്ഛനും അമ്മയ്ക്കും അതിന്റെ പേരില് കുഞ്ഞിനോട് ഒരു ശത്രുതയുണ്ടാവില്ല. അതുപോലെ തന്നെയാ ഇതും. ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അച്ഛനമ്മമാർ വീണ്ടും വീണ്ടും അതിന് ശ്രമിക്കില്ലേ മോളെ? അച്ഛാ, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ അരുണിനെ വിളിച്ചു. അത് ബോധപൂർവ്വ. എനിക്ക് ആരെയും പേടിച്ച് മാളത്തിലൊന്നും വിളിക്കാൻ പറ്റില്ല. എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഞാനെന്തിനാ എന്റെ ജോലിയും അതിലൂടെയുള്ള എന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്? നിന്റെ നിലപാട് തെറ്റാണെന്ന് അച്ഛനൊട്ടും അഭിപ്രായമില്ല. ഞാൻ നിന്നെ വളർത്തിയത് ഹൈ സൊസൈറ്റിയിലൊന്നുമല്ല. പക്ഷേ മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ പഠിപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അത് എൻ്റെ കുട്ടി പാലിക്കുന്നുണ്ടോ എന്ന് ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ നോക്കിയാൽ മതിയല്ലോ. അക്കാര്യത്തിൽ എനിക്ക് അന്തസ്സോടെ തലയുയർത്തി നിൽക്കാം. ചുറ്റുമുള്ള മനുഷ്യരുടെ വലിപ്പമല്ല, അവരുടെ ഉള്ളു കാണുന്നുണ്ട് നീ. അമ്മ എന്നോട് പൊറുക്കണം. അമ്മയ്ക്ക് എൻ്റെ പ്രായമുള്ളപ്പോ അടങ്ങി ഒതുങ്ങി മൂലക്കിരിക്കുന്നതാണ് അച്ചടക്കത്തിന്റെ ലക്ഷണമെന്ന് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ മോനും മോളും ഉൾപ്പെടുന്ന ഈ തലമുറ അവര് മുന്നോട്ട് പോകുന്നത് വേറൊരു രീതിയിലാ. അതിരുകളില്ലാത്ത ലോകത്താ അവർ ജീവിക്കുന്നത്. അവിടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ എന്നിൽ ചില തൻ്റെയിടങ്ങളുണ്ടാവണം, സ്വാതന്ത്ര്യങ്ങളുണ്ടാവണം, അഭിപ്രായങ്ങളുണ്ടാവണം. എൻ്റെ മോൾക്ക് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അമ്മ നോക്കിക്കോ, കുറച്ചു നാൾ കഴിയുമ്പോൾ മനുഷ്യത്വത്തിന്റെ കൂടുതൽ ലക്ഷണങ്ങളും അവൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും. അത് ഞാൻ അവൾക്ക് കൊടുത്ത സ്നേഹത്തിന്റെയും കരുതലിന്റെയും ബലമാണ്. ആ, അരുൺ വന്നു. ഞാൻ പോയിട്ട് വരാം. പേഷ്യന്റെ കണ്ടീഷൻ എന്താണെന്നറിയില്ല. എന്നെ കാത്തിരിക്കണ്ട, നിങ്ങൾ കിടന്നോ. പോട്ടെ അച്ഛാ. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ ഒരുപാടായില്ലേ, നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഫലമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഈ ബില്ലൊന്ന് അടയ്ക്കാമോ? എവിടെ അടയ്ക്കേണ്ടത്? റിസപ്ഷൻ കൗണ്ടറിൽ ചെന്നാ മതി. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടറെ? ECG ഒരു ഫ്ലക്ച്വേഷൻ കാണിച്ചിരുന്നു. പെട്ടെന്ന് വന്ന അസ്വസ്ഥത അതിൻ്റെയാ. ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ട്. 1-2 മണിക്കൂറിനുള്ളിൽ ശരിയാവുന്ന പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് കണ്ടീഷൻ മോശമായപ്പോ പേടിച്ചു. ഡോക്ടർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പം പ്രത്യേകിച്ചും. ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും ഞങ്ങൾ ഒഴിഞ്ഞു മാറില്ല. ഡ്യൂട്ടി സമയം അല്ലെങ്കിൽ പോലും ഞങ്ങൾ വന്നിരിക്കും. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ പേഷ്യന്റ് ബെറ്റർ കണ്ടീഷൻ ആവുന്നവരെ മൈഥിലി മാമ ഇവിടെ തന്നെ ഉണ്ടാവും. എങ്കിൽ ഞങ്ങൾക്കത് ധൈര്യമാണ്. മിസ്റ്റർ സദാനന്ദന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നാളെ രാവിലെ നിങ്ങൾ കയറി കാണുമ്പോൾ അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ? എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ ഞാൻ ക്യാബിനിലുണ്ടാവും. മൈഥിലി മാം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടന്നിരിക്കും. ഡോണ്ട് വറി. ആ, മോനെ ഉറങ്ങിയില്ലേ? ഇല്ല. അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയത് കണ്ടോ? അമ്മ എന്നോട് പറഞ്ഞിട്ടാ പോയെ. ആ, എന്താ ഉറങ്ങാതിരിക്കാൻ കാരണം? അമ്മ ഇല്ലാത്തോണ്ടാണോ? എനിക്ക് പേടി അപ്പൂപ്പ. അതിനെ പേടിക്കുന്നേ? അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ സംസാരിക്കുമ്പോ ബഹളം ഉണ്ടാകാൻ പാടില്ല എന്ന് യദുകുട്ടൻ പറഞ്ഞു. ഒരു ബഹളം ഉണ്ടാകാതെ തീർന്നല്ലോ. ബഹളം ഉണ്ടായോ? ഇല്ല. ആ, പിന്നെന്താ? അമ്മ അറിയുന്നത് അപ്പൂപ്പൻ കണ്ടിട്ടുണ്ടോ? എന്താ മോൻ അങ്ങനെ ചോദിച്ചത്? കണ്ടിട്ടുണ്ടോ? പിന്നെ അമ്മൂമ്മയുടെ കാര്യം പറയുമ്പോ, നാട്ടിലെ പഴയ ചങ്ങാതിമാരുടെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അമ്മ കരയാറുണ്ട്. പിന്നെ അപ്പൂപ്പം വരുമ്പോഴും പോകുമ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെയല്ല, അമ്മ വല്ലാതെ കരയാറുണ്ട്. മോന്റെ അടുത്ത് ഇരുന്ന് അമ്മ കരയാറുണ്ടോ? അല്ല അപ്പൂപ്പ, ഞാനും ഉറങ്ങി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അമ്മ ഒറ്റയ്ക്കിരുന്ന് കരയും. ഞാനപ്പോ അമ്മയുടെ അടുത്തേക്ക് പോവില്ല. അമ്മയ്ക്ക് കൂടുതൽ സങ്കടം ആവണ്ടെന്ന് കരുതിയിട്ടാ. അതെ യദുകുട്ടാ, അമ്മ അങ്ങനെ തനിച്ചിരുന്ന് കരയുന്നെങ്കിൽ അതിന് വേറെ വലിയ അർത്ഥമൊന്നും കണ്ടുവെക്കേണ്ട. യദുകുട്ടന് ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ കുറേ കാലം കഴിയണം. ആ, ഈ ചെറിയ കുഞ്ഞുങ്ങളില്ലേ, അവർ ഉറങ്ങുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും വെറുതെ ആ ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കിയിരിക്കും. അവരുടെ മനസ്സിലപ്പോ എന്തൊക്കെയായിരിക്കും എന്നറിയുവോ? ഈ കുഞ്ഞിന്റെ വളർച്ച, ഈ കുഞ്ഞിന്റെ ഭാവി, ഇവൻ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ള ആധി. അങ്ങനെ ഇരിക്കുന്ന പല അച്ഛനമ്മമാരും കരയാറുണ്ട്. എന്നാൽ അതൊക്കെ സങ്കടം കൊണ്ടാണോ? അല്ല,
ഇതും അതുപോലെ ഒന്നാണെന്ന് കരുതിയാ മതി. നിങ്ങളെ ആരെയും സങ്കടപ്പെടുത്താതെ അമ്മ മാറിയിരുന്ന് കരയുന്നെങ്കിൽ കരഞ്ഞോട്ടെ. അമ്മയ്ക്ക് അങ്ങനെ ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. അമ്മ പാവോ, അമ്മയ്ക്ക് ആരെയും വേദനിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൂപ്പൻ അമ്മയെ കരയാതെ നോക്കണം. അപ്പൂപ്പന് അമ്മയെ കുറെ നോക്കിയിട്ടുള്ളതല്ലേ, വളർത്തിയിട്ടുള്ളതല്ലേ. ഇനിയിപ്പോ അമ്മയെ നോക്കേണ്ടതും അമ്മയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതും യദുക്കുട്ടനാ. യദുക്കുട്ടൻ അമ്മയുടെ കൂടെ ഉള്ളതാ അപ്പൂപ്പന്റെ ഒരു ധൈര്യം. അതെ, ഇനിയിപ്പോ മോനെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, പോയി കിടന്നോ. അപ്പൂപ്പ, ഞാൻ കുറച്ചു നേരം അപ്പൂപ്പന്റെ മടിയിലൊന്ന് കിടന്നോട്ടെ. അതിനെന്താ, വാ. വേണ്ട മാഡം. അതെന്ത് പറ്റി? വേണ്ടാഞ്ഞിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ തനിച്ചിങ്ങോട്ട് പോരായിരുന്നു. ഞാൻ നിന്നെ വിളിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയോ? എന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ജോലിയിൽ നിന്ന് പോവാതിരിക്കാൻ. മാഡത്തിനോട് എനിക്ക് ഇഷ്ടക്കേടോ? അത് തിരിച്ചല്ലേ. മാഡം അല്ലേ എന്നെ ഒഴിവാക്കുന്നതും അകറ്റി നിർത്തുന്നതും ഒക്കെ. അരുൺ, നീ ഒരു കുടുംബജീവിതം ആരംഭിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ അതിലൊരുപാട് ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു. സ്വതന്ത്രമായിട്ട് നടക്കുമ്പോൾ നമ്മൾ ലോകത്തിന് നോക്കിക്കാണുന്ന പോലെയല്ല കുടുംബമായിട്ട് നടക്കുമ്പോൾ. നമുക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കും. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കും. കാരണം അതിനൊക്കെ അപ്പുറത്ത് കുടുംബം എന്ന പരമമായ സത്യമുണ്ട്. ഞാൻ മാമിന്റെ കുടുംബത്തിന് ഭീഷണിയാണോ ഏതെങ്കിലും തരത്തില്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാനെന്നല്ല, കുടുംബത്തിനോട് അറ്റാച്ച്ഡായി നിൽക്കുന്ന പലരും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് പെരുമാറിയെന്ന് വരും. അതിന്റെ കാരണങ്ങൾ കൂടുതൽ ചെയ്യാതിരിക്കുന്ന നല്ലത്. എനിക്കിങ്ങനെ വളച്ചേട്ടി പറഞ്ഞാലൊന്നും കാര്യം മനസ്സിലാവില്ല. മാമിന് എന്നോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പ്ലീസ് ബി സ്ട്രൈറ്റ്. എന്നിട്ടെന്തിനാ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന് കരയാനല്ലേ? മാം, ഞാനൊരു കുടുംബം കണ്ടിട്ടില്ല, ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ടുമില്ല. ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടുള്ള കുടുംബം മാമിൻ്റെ കുടുംബമാണ്. ഞാൻ പകർത്താൻ ആഗ്രഹിച്ചതും മാമിൻ്റെ ജീവിതമാണ്. നന്നായി. ഈ ഏറ്റവും ഉയർത്തി പറക്കുന്ന പട്ടം കാണുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്നവന് ഒരു കൊതി തോന്നില്ലേ? അതുപോലെ അത്. പക്ഷെ നൂലൊന്ന് പൊട്ടിയ ഏറ്റവും ആദ്യം അപകടം പറ്റുന്നത് ഏറ്റവും ഉയർത്തി പറക്കുന്ന പട്ടത്തിനാ. അരുൺ, ചായ തണുക്കും, നീ അതെടുത്ത് കുടിക്ക്. കുടിക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ഉൾക്കൊള്ളുന്നില്ല, ഒരു കോംപ്രമൈസിനും നീ തയ്യാറല്ല എന്നാണ് അർത്ഥം. ആ പേഷ്യന്റെ കാര്യത്തില് നിനക്ക് എന്താ തോന്നിയേ? മാം പറഞ്ഞല്ലോ. ഞാൻ എന്തു പറഞ്ഞു എന്നല്ല, ആസ് എ ഡോക്ടർ സ്വന്തമായി നിനക്ക് എന്ത് തോന്നിയെന്നാ? അയാൾക്ക് മാനസികമായിട്ട് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കൂടുതലും അതിൻ്റെയാണ്. എക്സാക്ട്ലി. മക്കളെ വല്ലാതൊരു സ്നേഹിച്ച ഒരാളാ. ഇപ്പൊ ആരും അടുത്തില്ല, എല്ലാരും വിദേശത്താ. ആ സാധു മനുഷ്യൻ കരുതിയത് അച്ഛൻ വീണുപോയി എന്ന് പറയുമ്പോ എല്ലാരും വരും, ചുറ്റിനും ഇരിക്കുന്ന. പക്ഷെ അവരവരുടെ തിരക്കുകൾ പറഞ്ഞു ഒഴിഞ്ഞു. അയാളതിൽ ഡിപ്രസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബമില്ലേ അരുൺ, കെട്ടിപ്പൊതിഞ്ഞൊരു നിധി പോലെ കൊണ്ടു നടക്കുന്ന കുടുംബം. പ്രതീക്ഷിക്കുന്ന സമയത്ത് ആരും കൂട്ടിനില്ലാതെ വരുമ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ എല്ലാവർക്കും സംഭവിക്കും. മേ ബി എനിക്കും. എന്താ രണ്ടുപേരും ഉറങ്ങാതെ? ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ഇരുന്നു. യദുക്കുട്ടൻ ഉറക്കം വരാതെ കുറെ നേരം എൻ്റെ അടുത്ത് വന്നിരുന്നു, പിന്നെ പോയി കിടന്നു. മോള് പറഞ്ഞത് എന്തെങ്കിലും അവിവേകമായിട്ട് തോന്നിയോ രണ്ടാൾക്കും? ഇല്ല, അവള് പറഞ്ഞത് കാര്യം തന്നെയാ.
അത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പൊ ഒരർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള വഴികൾ അടഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ. ഡോക്ടർ മൈഥിലിയുടെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതങ്ങ് അനുസരിക്കുക. സത്യത്തിൽ ഇപ്പൊ അതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഡോക്ടർ മൈഥിലിക്ക് മുതിർന്നവരുടെ വാക്ക് നിഷേധിക്കാം, സ്വന്തം അഭിപ്രായം പറയാം. എനിക്കത് പാടില്ല. പറഞ്ഞു പോയാ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയാവും. സാരംഗേ, നീ പോയി കിടക്ക്. കിടന്നാൽ എനിക്ക് ഉറക്കം കിട്ടില്ലമ്മേ. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഭർത്താവിന്റെ അച്ഛനമ്മമാരും സ്വന്തം അച്ഛനും കൂടി ഒരു വഴി പിഴച്ചവൾക്ക് അവളുടെ താല്പര്യം നടത്തി കൊടുക്കുന്നത്. എന്താ വിളിച്ചത്? എന്റെ മോളെ താൻ എന്താ വിളിച്ചതെന്ന്? പിന്നെ എന്ത് വിളിക്കണം? നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോ ഡോക്ടർ അരുണിനെ വിളിച്ചു വരുത്തുകയും അവന്റെ കൂടെ പാതിരാത്രിക്ക് ഇറങ്ങി പോവുകയും ചെയ്തവളെ പിഴച്ചവളെന്നല്ലാതെ മറ്റെന്താ ഞാൻ പറയേണ്ടത്? നോക്ക്, എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയുന്ന നാക്ക് ഏത് തന്നെ ആയാലും അത് പിഴുതി കളയാനുള്ള കരുത്ത് ഗംഗാധരന്റെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. അത് കാണണോ നിനക്ക്? കാണണോടോ? വായില് സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചതല്ല എന്റെ മോള്. പട്ടിണിപ്പാവമായ ഗംഗാധരന് പിറന്നതാ. അവൾക്ക് മനുഷ്യരെയും അവരുടെ ചുറ്റുപാടുകളെയും കുറിച്ച് അറിയാം. നിനക്കത് മനസ്സിലാവില്ല. പണം കൊണ്ട് കൂന കൂട്ടി അതിന്റെ മുകളിൽ കയറിയിരുന്ന് നീയാണ് സർവാധികാരി എന്ന് വിശ്വസിക്കുമ്പോ അതിന്റെ താഴെ കാണുന്നവരെല്ലാം ചെറുതായിട്ടും തെറ്റുകാരായിട്ടും ഒക്കെ നിനക്ക് തോന്നും. ഇനി ഒരു തവണ കൂടി അവളെ കുറിച്ച് അങ്ങനെ പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? ഇത് ഗംഗാധരന്റെ വെല്ലുവിളിയാ. മികച്ചതിൽ മികച്ചതാണെന്ന് നീ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി വിളിക്കടാ. കൊന്നുകളയുന്നില്ല ഞാൻ. തൊട്ടുപോരുതന്നെ. അച്ഛന്റെ കള്ളക്കഥകൾ വിശ്വസിച്ച് അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്ന നിനക്ക് കരയാനും ബഹളം വെക്കാനുമുള്ള അവകാശമൊന്നുമില്ല. മാറി നിൽക്ക്. ജഗന്നാഥ, എന്റെ സ്വപ്നങ്ങൾ വീണുടയുമ്പോ എന്റെ മനസ്സ് വേദനിക്കും. ഈ നിലയിലല്ല, നെഞ്ചിലൊരു ശ്വാസത്തിന്റെ പിഴപ്പ് ബാക്കി നിൽക്കുന്ന അവസ്ഥയിലായാലും എന്റെ മോളെ ഒരു വൃത്തികെട്ട വാക്ക് വിളിച്ചാൽ ഗംഗാധരന്റെ കൈ അനങ്ങും. മനസ്സിലാക്കിക്കോ എല്ലാവരും. നാണം ഉണ്ടോടെ നിനക്ക്? സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചതല്ലേ നീ? ഇതാണ് നിന്റെ സംസ്കാരം? മതി. അവന്റെ നാവെന്ന് വീണേൻ അവന് കിട്ടിയല്ലോ. എന്തിനാടാ ഇങ്ങനൊരു തോൽവിയാവുന്ന? പാടൂ. അച്ഛാ, മാം, എങ്ങനെയുണ്ട് കണ്ടീഷൻ? ഉറക്കമാണ്. പൾസ് റേറ്റും കുഴപ്പമില്ല. അവരുടെ റിലേറ്റീവ്സിനെ കണ്ടോ? അവർക്കിപ്പോ ടെൻഷനൊന്നുമില്ല. ഡോക്ടർ മൈഥിലിക്ക് ദൈവത്തിന്റെ പരിവേഷം ഇപ്പോ. ഒരു കൈപ്പിഴ സംഭവിക്കുന്നവരെ ഡോക്ടർമാര് ദൈവങ്ങളാ. മനുഷ്യ സഹജമായ ഒരു തെറ്റ് സംഭവിച്ച ആ നിമിഷം മുതൽ ചിന്ത മാറും. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ? പെട്ടെന്ന് എന്നെ വിളിക്കാൻ എങ്ങനെ തോന്നി? അതും പഴയതുപോലെ വീട്ടിൽ വന്ന് പിക്കാൻ. സത്യത്തിൽ നിനക്ക് എന്താ അറിയണ്ടേ? ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുമായിരുന്നു. ഞാൻ അറിയാതെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുവന്നോന്നും അത് മാമിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചോന്നൊക്കെ. അപ്പോ ആദ്യം അത് ക്ലിയർ ചെയ്തു തരാം. എന്റെ കുടുംബജീവിതത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും അരുൺ കാരണമേ അല്ല. സത്യമാണോ? ഞാനെന്തിന് കള്ളം പറയണം? ഇതെനിക്ക് ബോധ്യമുള്ള കാര്യാ. താങ്ക്സ് മാം. കുട്ടികൾ വരെ എന്നെ അവോയ്ഡ് ചെയ്യുന്ന രീതി പെരുമാറി. എപ്പോ? ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോ യദുവിനെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചു. പക്ഷെ യാമിക്ക് അത് ഇഷ്ടമായില്ല. യാമിയുടെ പെരുമാറ്റം വളരെ ഡിഫറെന്റ് ആയിരുന്നു. അവൾ എന്നോടും അങ്ങനെ തന്നെയാ. ചിലപ്പോ അച്ഛന്റെ നിയന്ത്രണത്തിന്റെ ആയിരിക്കുമല്ലേ.
അത് മാത്രമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അവളുടെ പ്രായം, അവൾ കാണുന്ന കാഴ്ചകള്, അതൊക്കെ അവളുടെ സ്വഭാവത്തിനെ ബാധിക്കും. ഇതൊക്കെ അവൾക്കൊരു പക്വത വരുന്നവരെ കാണും. മാഡം അനുഭവിക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് ഇന്നാണ് എനിക്ക് ബോധ്യമായത്. യദുക്കുട്ടനെയും അമ്മയെയും ഒന്ന് കണ്ടുചിരിക്കുന്ന പരിചയമുള്ളൂ എനിക്ക്. അവരെന്നെ ഒഴിവാക്കുന്ന തോന്നല് എന്നെ വേദനിപ്പിച്ചത് കുറച്ചല്ല. അപ്പൊ പിന്നെ അമ്മയായ മാം എങ്ങനെ സഹിക്കും? നീ ഇപ്പൊ കുടുംബജീവിതത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. നല്ലതാ. എനിവേ ഐ എം ഹാപ്പി. മാം ഇങ്ങനെ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ചില വൃത്തികെട്ട തോന്നലുമായിട്ട് അലഞ്ഞു കിടന്നേനെ. എനിക്കത് തോന്നി, അതുകൊണ്ടാ തിരുത്തിയത്. അപ്പൊ എനിക്ക് മാമിനോട് പഴയതുപോലെ ഫ്രീ ആയിട്ട് പെരുമാറാലോ അല്ലേ? അതിനെന്താടോ, ചില തീരുമാനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിടുമ്പോ അതിനൊരു സുഖമുണ്ട്. അത്തരം വാശികളും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്താ? നിനക്ക് മനസ്സിലാവുന്ന ഭാഗം കഴിഞ്ഞു. ഇനിയുള്ളതേ എനിക്ക് മാത്രം മനസ്സിലാവുന്നതാ.